ഇവിടെ ശ്രീ ടി കെ രാജ്മോഹൻ, നമ്മൾ ഈ ഭീകരവാദത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട്. അത് മൂർധന്യത്തിലെത്തിയ ഘട്ടങ്ങളുണ്ട്, ഒന്ന് താണു നിന്ന ഘട്ടങ്ങളുണ്ട്. പക്ഷേ സമ്പൂർണ്ണമായി ഭീകരവാദം ഇല്ലാതാക്കുക എന്നുള്ളത് സാധ്യമാണ് എന്ന് തോന്നുന്നില്ല. എങ്ങനെ ഭീകരാക്രമണങ്ങൾ തടയാം എന്നത് സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഒരു ആഫ്റ്റർ മാത്ത് എന്നുള്ള നിലയിലാണ് അന്വേഷണ ഏജൻസി NIA പിറവി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. നിയമങ്ങൾ അതിനുശേഷം പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ ടീത്തുള്ള നിയമങ്ങൾ വരിക, അല്ലെങ്കിൽ പുതിയ അന്വേഷണ ഏജൻസികൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിശേഷം ഭീകരവാദത്തെ നിശേഷം ഇല്ലാതാക്കുക എന്നുള്ളത് സാധ്യമാവുന്ന കാര്യമാണോ? ഈ ഇൻഡോക്ട്രിനേഷൻ തുടങ്ങുന്നിടത്ത് തന്നെ കണ്ടെത്തുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക എന്നുള്ളതിനപ്പുറത്ത് സാധ്യമാവുന്ന കാര്യമാണ്. ശ്രീ അഭിലാഷ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണത്. ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ടെററിസം, അതായത് തീവ്രവാദം പൂർണ്ണമായി തുടച്ചു നിൽക്കാൻ ഭാവിയിൽ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം വെച്ച് പറയാണ്. കാരണം എല്ലാ രാജ്യങ്ങളും ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മുടെ നൈബറിങ് കൺട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാകിസ്ഥാൻ എന്ന രാജ്യമുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ നമ്മുടെ ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി അവരുടെ ഭാഗത്തുണ്ടാകുമ്പം തീർച്ചയായിട്ടും അതാണ് അവർക്ക് വളം, അതാണ് അവരുടെ നേട്ടം. അപ്പോൾ ആ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന ഈ സങ്കല്പത്തിനെ തകർക്കാൻ അവർ ശ്രമിക്കും. അതിന് അവർ ഏറ്റവും ഈസിയായ ടാർഗറ്റാണ് ചില സ്ലീപ്പർ സെൽസും ചില മോഡ്യൂൾസും ആക്റ്റീവായി നിർത്തുക. അവരെ നേരത്തെ പറഞ്ഞ മാതിരി പ്രോപ്പറായിട്ട് യഥാസമയങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും, BJP ആയാലും കോൺഗ്രസ് ആയാലും, നാളെ വേറൊരു സംവിധാനം വന്നാലും ഈ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. നമ്മളിത് പൊളിറ്റിസൈസ് ചെയ്യാനേ പാടില്ല. ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ നമ്മളെല്ലാവരെയും എതിർത്ത് സംസാരിക്കണം. ദേശസ്നേഹമാണ് നമ്മുടെ ബേസിക്. അതേസമയം ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പം NIA ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ NIA ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പം അവർ അതിൻ്റെ പ്രോപ്പറായിട്ട് എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ കേസായിട്ട് ഇതിലെ എല്ലാ പ്രതികളെയും കണ്ടെത്തി അവർക്ക് മാക്സിമം പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ അവർ തയ്യാറാണ്. അത് ഒന്ന്. രണ്ടാമത്, ഇതിലുള്ള വീഴ്ച കൂടി അന്വേഷിക്കും. അതായത് ഈ അന്വേഷണ ഏജൻസി അത് മാത്രമല്ല അന്വേഷിക്കുക, അവർ വേറെ ടാസ്ക് ഇതിൽ എന്തൊക്കെ വീഴ്ച ഉണ്ടായിരുന്നു, അതായത് ഈ സംഭവങ്ങൾ ശരിക്ക് എങ്ങനെയാണ് ഈ ഡോക്ടർ നമ്മുടെ ബോർഡർ പാസ് ചെയ്തിട്ട് ഈ നമ്മുടെ ഡൽഹി പട്ടണത്തിൽ വന്ന് അല്ല ഡൽഹി സിറ്റിയിൽ വന്ന് കറങ്ങി പിന്നെ അവിടെ ഒരുപാട് സമയം പാർക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയത് ആക്ടിവിറ്റി അങ്ങനെ നടന്നു, എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല? പ്രത്യേകിച്ച് നമ്മുടെ റെഡ് ഫോർട്ട് മാതിരി ഒരുപാട് ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് പോലീസ് പലതരത്തിലും കവർ ചെയ്യുന്നൊരു സ്ഥലമാണത്. അവിടെ എന്തുകൊണ്ട് സംഭവിച്ചു? അതും അന്വേഷണ വിഷയമാണ്. പിന്നെ ഇതിൽ മൂന്നാമത് വേറെ കാര്യം അന്വേഷിക്കാനുണ്ട്. ഈ അന്വേഷണ ഏജൻസിക്ക് മൂന്നാമത്തെ ടാസ്ക് ഇത് പാകിസ്ഥാനെതിരായിട്ട് എവിഡൻസ് കളക്ട് ചെയ്യുക. കാരണം പാകിസ്ഥാനും ഈ ജെയ്ഷെ മുഹമ്മദ് ഓർഗനൈസേഷനെ ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ ബാൻ വെറും കടലാസിലാണ്. അപ്പോൾ കടലാസിലെ ബാൻ വെച്ചിട്ട് അവർ അഭിനയിക്കുകയാണ്, ഞങ്ങൾ ഞങ്ങൾ ബാൻ ചെയ്തിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ സഹായം ചെയ്യുന്നത് അവിടെ ISI ആണ്. അവിടുത്തെ ഇൻ്റലിജൻസ് സർവീസാണ് ഇവരെ പോറ്റി വളർത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പാകിസ്ഥാൻ ഈ ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട് എന്നും ഇന്ത്യയിൽ ഇതുപോലെ ഓപ്പറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനാണെന്നും അതിന് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം. ആ എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അതൊരു പ്രോപ്പർ റിപ്പോർട്ടായിട്ട് ഇൻ്റർനാഷണൽ ഏജൻസിയുടെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. പാകിസ്ഥാൻ്റെ ആ ക്രെഡിബിലിറ്റി തകർക്കാൻ പറ്റും. കാരണം അവർ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പേരിന് മാത്രമാണ് ബാനെന്നും ഇവർക്ക് എല്ലാ സഹായം ചെയ്യുന്നത് ഈ പാകിസ്ഥാൻ എന്ന രാജ്യമാണെന്നും അവർ ഈ ടെററിസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൺട്രിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. പൊതുസമൂഹത്തിന് മുന്നിലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. അതും ഈ അന്വേഷണ ഏജൻസിന്റെ വേറൊരു വർക്ക് തന്നെയാണ്. അങ്ങനെ ഈ 3 തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് അന്വേഷണ ഏജൻസി ചെയ്യേണ്ടത്. അത് പ്രോപ്പറായ അന്വേഷണ ഏജൻസി ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പൊളിറ്റിക്സ് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിയും രാഷ്ട്രത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. കൂടാതെ ഇത്തരത്തിലുള്ള ഈ സ്ലീപ്പർ സെൽസിനെയും ഇതുപോലെയുള്ള മോഡ്യൂൾസിനെയും നമ്മൾ ഇതുപോലെ പോലീസ് കണ്ടെത്തുക. ഓരോ സംസ്ഥാനത്തെ പോലീസ് വളരെ ആക്റ്റീവായിട്ട് ഇന്റലിജൻസ് വിഭാഗവും അവിടുത്തെ പോലീസും ബാക്കി ഏജൻസികളും വളരെ ആത്മാർത്ഥമായി സെൻട്രൽ പോലീസും സ്റ്റേറ്റ് പോലീസും ഒരേപോലെയായി വർക്ക് ചെയ്ത് ഇവരെ കണ്ടെത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ മാത്രം.
ആ ഒരു പരിധിവരെ എന്നുള്ളത് അതിനെ ഒരു പെർസെൻറ്റേജ് നമുക്ക് 5% ആക്കാം, 2% ആക്കാം. അതിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളൊരു ഒത്തമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.